വീട്ടിലെ അവസ്ഥ ഇപ്പൊ എങ്ങനെയുണ്ട്? ഒരു വലിയ സത്യം അറിഞ്ഞിട്ട് ഒരു ദിവസമല്ലേ ആയുള്ളൂ ചേച്ചി. അതുകൊണ്ട് എല്ലാവരും ഇപ്പം ഞങ്ങളോട് നല്ല ദേഷ്യത്തിലാ. ഞങ്ങൾ പുറത്തേക്ക് വന്നപ്പോ അച്ഛനും അമ്മയും വീട്ടിലുണ്ടായിരുന്നില്ല. ഇത്രയും കാലം നിങ്ങൾ സ്വന്തം വീട്ടിലെ സ്വന്തം ബന്ധുക്കളുടെ ഇടയിൽ ഒളിഞ്ഞും മറിഞ്ഞും ജീവിക്കേണ്ടി വന്നു. ആ ഒരു ശാപം ഇന്നലെ നിങ്ങളെ രണ്ടുപേരെയും വിട്ടുപോയി. ഇനി നിന്റെ കഴുത്തി കിടക്കുന്ന ഈ താലി വേറെ ആരും കാണാതെ ഒളിച്ചു വെക്കേണ്ട ഒരാവശ്യമില്ല. ധൈര്യത്തോടത് പുറത്തു കാണിച്ച് പൂജകൾ നടത്താൻ നിനക്ക്, വ്രതങ്ങളും എടുക്കാൻ നിനക്ക്. കാലം തന്നെ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണിച്ചു തരുന്നല്ലേ ചേച്ചി പറയാറ്. ഒരുപാട് കാലം കഴിഞ്ഞല്ലേ ഞങ്ങളുടെ കല്യാണക്കാര്യം പോലും ഞാൻ പറഞ്ഞ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ ശേഷം അച്ഛനും അമ്മയും പിന്നെ എൻ്റെ കുടുംബവും ഞങ്ങൾ ചെയ്ത എല്ലാ തെറ്റുകളും ക്ഷമിക്കുമെന്നും ആവനിയെ സ്വീകരിക്കുമെന്നാ കരുതിയത്. പക്ഷെ അങ്ങനെ ഉണ്ടായില്ല. അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ നല്ല വിഷമമുണ്ട് ചേച്ചി. നിഹാരികയുടെ സ്വഭാവം എന്താണെന്ന് അച്ഛനോടും അമ്മയോടും പറയണമെന്ന് കരുതി. അച്ഛനും അമ്മയും അതിനുള്ള അവസരവും തന്നില്ല. അതിലെനിക്ക് നല്ല വിഷമമുണ്ട് ചേച്ചി. ഞങ്ങളുടെ കല്യാണക്കാരി എല്ലാവരോടും പറഞ്ഞതിന്റെ സന്തോഷമുണ്ടെങ്കിലും നിഹാരിക എന്ന പ്രശ്നം ഒഴിഞ്ഞു പോവാത്തതിന്റെ പേരിൽ മാത്രം ഇപ്പോഴും എനിക്കൊരു പ്രയാസമുണ്ട്. ഇനിയുള്ള പ്രയാസങ്ങൾ മാറാൻ വേണ്ടി നിങ്ങളുടെ പേരിൽ ഒരു പൂജ കഴിപ്പിക്കാനാ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞേ. നമുക്ക് പൂജയുടെ കാര്യങ്ങൾ നോക്കാം. തിരുമേനി, എന്താ മോളെ? എന്റെ അനീതിയുടെ ജാതകം നല്ലതാണെങ്കിലും അവളുടെ ജീവിതം അത്ര നല്ല അവസ്ഥയിലല്ല. അവളുടെ ദാമ്പത്യ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചില ദുഷ്ടശക്തികൾ ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്റെ അനീതിയും അവളുടെ ഭർത്താവും ആ തടസ്സങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രത്യേക പൂജ നടത്തണം. നടത്താലോ മോളെ, കുറി തൊട്ടുള്ളുക. ദൈവമേ, ഞാൻ എൻ്റെ ഭർത്താവിന്റെ വീട്ടിലെ കാലെടുത്ത് വയ്ക്കുമ്പോ അതെന്റെ അമ്മായിയുടെ കുടുംബമായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ആ വീട്ടിൽ കാല് വെച്ചത് സ്വാർത്ഥ ചിന്തയോടെ ആയിരുന്നില്ല. പക്ഷേ എന്തോ ആഗ്രഹിച്ചു വന്നതാണ് ഞാനെന്ന് എന്റെ അമ്മ എന്നെ കുറ്റപ്പെടുത്തി. മനസ്സിനെ എത്ര സമാധാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടും വിഷമം സഹിക്കാൻ കഴിയുന്നില്ല. എന്റെ അമ്മയ്ക്ക് എന്നെ എത്രയും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയണേ ദൈവമേ. എക്സ്ക്യൂസ് മീ, എന്താ ചേച്ചി? നിങ്ങള് വേദവതി അമ്മയുടെ മകൻ ശ്രീകർ തന്നെയല്ലേ? അതേലോ ചേച്ചി. നിങ്ങളുടെ കല്യാണത്തിന് വേദവതി അമ്മ ഇൻവൈറ്റ് ചെയ്തിരുന്നു മോനെ. വരാൻ പറ്റിയില്ല. കല്യാണം നല്ലപോലെ നടന്നില്ലേ? വേദവതി അമ്മയ്ക്ക് നിന്റെ കല്യാണം എന്ന് വെച്ചാൽ ഒരുപാട് കാലത്തെ സ്വപ്നമായിരുന്നു. അപ്പൊ ഗംഭീരായിട്ട് തന്നെ നടത്തി കാണും. വെഡിങ് കാർഡില് നിന്റെ ഭാര്യ നിഹാരികയുടെ ഫോട്ടോ കണ്ടു. അവള് വന്നില്ലേ? ഈ കുട്ടി ഏതാ? മോന്റെ അടുത്ത് നിന്ന് പൂജയൊക്കെ ചെയ്യുന്നത് എന്താ ഈ കുട്ടി? ഇത്രയൊക്കെ ചോദിച്ചിട്ടും ഒന്നിനും ഉത്തരം പറയാതെ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്ന എന്താ മോനെ? ഞാൻ പറഞ്ഞുതരാം. ശ്രീകറിനെ നിഹാരിക കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ അതിനൊക്കെ മുമ്പേ എന്റെ അനീതി ആവനിയുമായിട്ട് ശ്രീകറിന്റെ കല്യാണം കഴിഞ്ഞിരുന്നു. നിഹാരികയായിട്ടുള്ള കല്യാണവും മുടങ്ങി. ആവനിയാണ് ശ്രീകറിന്റെ ഭാര്യ. ആ നിഹാരികയെ പുറത്ത് എവിടെയെങ്കിലും വെച്ച് കാണുമ്പോ ശ്രീകറിനെ കല്യാണം കഴിക്കുന്ന അവളെങ്ങാനും പറയുന്നത് കേട്ടാ അതൊന്നും വിശ്വസിക്കണ്ട. ജാതകപ്രകാരം നിഹാരികയാണ് ഞങ്ങളുടെ മരുമകളെന്ന് വേദവതി അമ്മ ഒരുപാട് തവണ പറഞ്ഞിരുന്നു. പിന്നെ ഈ കുട്ടി എങ്ങനെ കല്യാണം കഴിച്ചു? വേദവതി അമ്മ ഈ കുട്ടിയെ എങ്ങനെയാ സ്വീകരിച്ചത്? അവരംഗീകരിക്കില്ലല്ലോ. ഞങ്ങൾക്കിപ്പോ ശരിക്കും അത്ഭുതം തോന്നുന്നു. ദാ നോക്ക്, നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതാ അവരോട് തന്നെ പോയി ചോദിക്കേ.
നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ആ വരുന്നില്ലേ അവർക്ക് മാത്രമേ മറുപടി തരാൻ പറ്റൂ. ഇവരിപ്പോ ഒരു പൂജ നടത്താൻ പോവാ. ആ വരുന്നവരുടെ അടുത്ത് പോയി ഞങ്ങളോട് ചോദിച്ച പോലെ മുഖത്തടിച്ച പോലെ ചോദിക്കേ. അത് വേണ്ട ചേച്ചി. അമ്പലത്തിൽ വെച്ച് വെറുതെ ഒരു പ്രശ്നം വേണ്ട. അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞാ എങ്ങനെയാ? വേദവതിയമ്മ ഞങ്ങളോട് വലിയ വീരവാദം പറഞ്ഞിരുന്നു. അതിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിക്കണം. നീ വാ മങ്കേ. നിങ്ങൾ പൂജയിൽ മാത്രം ശ്രദ്ധിച്ചാ മതി. സുഖാണോ വേദവതിയമ്മേ? സുഖായിരിക്കുന്നു. നിങ്ങൾക്ക് സുഖാണോ? ഞങ്ങൾക്കൊക്കെ സുഖം തന്നെ. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ. ശ്രീകറിന്റെ കല്യാണം നിഹാരികയായിട്ട് നടത്തുമെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് ശ്രീകർ ആവനി എന്നൊരു പെൺകുട്ടിയെ നേരത്തെ കല്യാണം കഴിച്ചെന്ന് പറയുന്നു. നിങ്ങൾ കല്യാണത്തിന് വന്നിട്ടില്ലല്ലോ, പിന്നെ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞത്? ശ്രീകറും അവനിയും അകത്ത് പൂജ നടത്തിക്കൊണ്ടിരിക്കുക. അവനിയുടെ ചേച്ചി ഞങ്ങളോടെല്ലാം പറഞ്ഞു. ശ്രീകറിന് ഒരുപാട് ആലോചന വന്നിട്ടും ജാതകം ഒന്നും പറഞ്ഞ് വാശിയായിരുന്നല്ലോ നിങ്ങൾക്ക്. അപ്പൊ ആവനിയുടേത് നിങ്ങൾ ആഗ്രഹിച്ച ജാതകം തന്നെയാണോ? അല്ല. പിന്നെ എങ്ങനെയാ? മൂത്ത മകൻ ചെയ്ത തെറ്റ് ഇളയ മകനും ചെയ്തു എന്ന് സാരം. കുട്ടികളെ നമുക്ക് മനസ്സിലാക്കാം, അവരുടെ തലവര മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. അതിന് ഞങ്ങളുടെ വീടൊരു ഉദാഹരണമായിട്ട് മാറുമെന്ന് തീരെ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. അപ്പോ നാളെ തൊട്ട് നിങ്ങളുടെ കുടുംബത്തില് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാരം. മകനെ വിശ്വസിച്ചപ്പോ അവൻ വിശ്വാസവഞ്ചന കാണിച്ചു. അന്നപൂർണ ദേവിയോട് ക്ഷമിക്കണമെന്ന് പറയാനല്ലാതെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാവും? ജാതകത്തിന്റെ കാര്യം തൽക്കാലം നിങ്ങൾ മാറ്റിവെക്ക്. ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. നിഹാരികയുടെ കാര്യം എനിക്ക് അറിയില്ല. ആവനി പക്ഷേ നല്ല ലക്ഷണമുള്ളൊരു കുട്ടിയാ. എനിക്കും കണ്ടപ്പോ അത് തന്നെയാ തോന്നിയത്. നല്ല ഭംഗിയുള്ള കുട്ടി, മഹാലക്ഷ്മിയെ പോലുള്ള രൂപം. മരുമകളായി അവളെ സ്വീകരിക്കാൻ മറ്റെന്താ നിങ്ങൾക്ക് വേണ്ടത്? അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നിങ്ങളെപ്പോലെ ജാതകത്തിന്റെ കാര്യത്തില് വാശി മറ്റാർക്കും കാണില്ല. വരൂ. ഈ സമയത്ത് പോയാ അത് അമ്മയെ വെറുതെ വിഷമിപ്പിക്കുന്ന പോലെ ആയിപ്പോവും ചേച്ചി. ഈ മടി തന്നെയാ നിന്റെ ജീവിതം ഇത്രയും കാലം നശിപ്പിച്ചത്. അതേ തെറ്റ് വീണ്ടും നീ ആവർത്തിക്കണ്ട. വന്നേ. നടക്ക്. വരാൻ. എന്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ കാലത്ത് സ്ത്രീധനം കൂടുതൽ തരുന്ന മരുമകളേക്കാൾ ലക്ഷണത്തൊരു മരുമകളെ കിട്ടുന്നതാ ഏറ്റവും വലിയ ഭാഗ്യം. രണ്ടാളെയും കാണാൻ നല്ല ഭംഗിയുണ്ട് വേദവതിയമ്മ. നിങ്ങൾക്കിവരോട് ദേഷ്യമുണ്ടെന്ന് നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങളുടെ വളരെ വലിയ മനസ്സാ. നിങ്ങൾ ഇവരോട് ക്ഷമിച്ച് സ്വീകരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. വാ മങ്കേ. ചേച്ചിയുടെ ധൈര്യത്തിലാണോ ഇപ്പൊ നടപ്പ്? ആയിക്കോട്ടെ. ചേച്ചിയും അനിയത്തിയും ചില്ലറക്കാരല്ല. കൃത്യമായ ധാരണയോടെ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നുണ്ട്. നിങ്ങള് പാവങ്ങളാണെന്ന കരുതി ആ ധാരണ എത്ര വലിയ തെറ്റായിരുന്നെന്ന് വീണ്ടും വീണ്ടും ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. തെറ്റിദ്ധാരണകളോട് ജീവിക്കുന്നവരുടെ ധാരണകള് എപ്പോഴും ഒരുപോലെ തന്നെയായിരിക്കും. മൂത്ത മരുമകളാകാൻ കഴിയാതെ പോയതിന്റെ അസൂയ നിന്റെ വാക്കുകളിൽ കാണാനുണ്ട്. ആ പിന്നല്ലാതെ. ആ കിരീടവും പിന്നെ ആ സിംഹാസനവും നഷ്ടപ്പെട്ടതിന് ശത്രു രാജ്യത്തോട് പക അടക്കാൻ കഴിയാതെ ഞാൻ എന്റെ പ്രതികാരം തീർത്തോണ്ടിരിക്കുക ഇപ്പോ. ദയവ് ചെയ്ത് ഇവരെ പറ്റി ഇങ്ങനെയൊന്നും പറയല്ലേ അച്ഛാ. ഇവരൊക്കെ എത്ര നല്ലവരാണെന്ന് നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ? കുടുംബത്തെ മുഴുവൻ നാണം കെടുത്തിയവരവര്. ഇവരെ കുറിച്ച് നീ പറഞ്ഞു തരണ്ട. നിങ്ങൾ അമ്പലത്തിൽ വന്നത് പൂജ നടത്താനൊന്നും ആയിരിക്കില്ല. അവനി വേദവതിയുടെ മരുമകളാണെന്ന് വിളംബരം ചെയ്യാൻ വേണ്ടിയാ. വേദവതിക്ക്
അവളുടെ കുടുംബത്തിന് ആവശ്യമുള്ള ജാതകത്തിൽ പിറന്ന മരുമകളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് എല്ലാവരെയും അറിയിക്കാൻ. ഞങ്ങളെ അറിയുന്ന എല്ലാവരോടും നടന്ന കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ നാണം കെടുത്താൻ വേണ്ടിയല്ലേ? ഞങ്ങൾ എന്തു പറഞ്ഞാലും ഉള്ള കാര്യങ്ങളല്ലേ, ഇല്ലാത്തതൊന്നും അല്ലല്ലോ അമ്മേ. നിങ്ങൾക്ക് നിഹാരിക എന്തു പറഞ്ഞാലും അമൃതമായിട്ട് തോന്നും, ഞങ്ങൾ പറയുന്നത് വിഷമായിട്ട് തോന്നും. അമ്മേ, നിഹാരികയുടെ സ്വഭാവം അമ്മ എന്തായാലും അറിയണം. അവളെ പറ്റി എനിക്കറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം. അതാ നീ ഒന്നും പറയേണ്ട കാര്യമില്ല. നിഹാരിക ഒരു പാവ, വെറുതെ അവളെ കുറ്റപ്പെടുത്താൻ നിൽക്കേണ്ട. എന്തായാലും നിങ്ങൾ ഈ കാര്യത്തിന് മുൻകരുതലുകൾ എടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞ വേദവതിയുടെ ഹൃദയം കല്ലാണ്. മരുമോളെ വീട്ടിൽ നിന്നും പുറത്താക്കി. വേദവതി കണ്ണി ചോരയില്ലാത്തവളാണെന്ന് നാട്ടുകാരെല്ലാവരും എന്നെ പറ്റി കരുതാൻ നേരത്തെ തന്നെ കളമുറിക്ക് വെക്കുന്നുണ്ടല്ലേ? അല്ലടാ. അമ്മ എന്തിനാ ഞങ്ങൾ എങ്ങനെയൊക്കെ തെറ്റിദ്ധരിക്കുന്നേ? തെറ്റിദ്ധാരണയല്ല, ഇതാണടാ സത്യം. നീ ഇങ്ങനെ ചതിക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല. ചേച്ചിയും അനിയത്തിയും ചേർന്ന് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയത് സ്വത്ത് മോഹിച്ചിട്ടല്ലേ? നിങ്ങളുടെ സ്വത്ത് എന്തിനാ ഞങ്ങൾക്ക്? ആ കടലാസുകൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരായിരുന്നെങ്കിൽ ആവിനിയുടെ ശ്രീകരന്റെ കല്യാണത്തെക്കുറിച്ച് ഞങ്ങൾ എന്നേ പുറത്തു പറഞ്ഞേനെ. ഞങ്ങളുടെ അച്ഛനമ്മമാര് സമ്പാദിച്ച കോടികൾ വിലമതിക്കുന്ന സ്വത്ത് ഉടനെ ഞങ്ങളുടെ പേരിലേക്കാവും. ഞങ്ങൾ പക്ഷെ അതുപോലും ആഗ്രഹിച്ചിട്ടില്ല. നിങ്ങളുടെ കാശ് ഞങ്ങൾക്ക് എന്തിനാ? ഞങ്ങളുടെ സ്വഭാവം എപ്പോഴും ഒരുപോലെ തന്നെയായിരിക്കും. അമ്മേ, നിങ്ങൾ എല്ലാ കാര്യങ്ങളും നെഗറ്റീവായിട്ട് ആലോചിക്കുന്നേ. ഞാൻ നിങ്ങൾ കരുതുന്ന പോലെ ഒരാളായിരുന്നെങ്കിൽ ഏട്ടനെയും കൊണ്ട് ഞാൻ എന്നേ ആ വീട് വിട്ട് ഇറങ്ങുമായിരുന്നു. അവിടുത്തെ സ്വത്തും പണവും ഞാൻ ആഗ്രഹിച്ചേനെ. അത് ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾ പുറത്തെ ജനങ്ങളുടെ മുമ്പില് എങ്ങനെ വേണേലും ഏത് വിധത്തിൽ വേണേലും പബ്ലിസിറ്റി ചെയ്തോളൂ. വീട്ടിലേക്ക് വരുമല്ലോ, അപ്പൊ നിങ്ങളോട് എങ്ങനെ സംസാരിക്കണോന്ന് കാണിച്ചു തന്നോളാം ഞങ്ങള്. കുറച്ച് സമാധാനത്തിന് വേണ്ടി അമ്പലത്തിൽ വന്നത്, അത് നിങ്ങൾ ഇല്ലാതാക്കി. വേദാ, നമുക്ക് പോവാം. വാ. ഒരിക്കലും നിന്നെ മരുമകളായി കാണില്ല. അമ്മേ, അച്ഛാ, അമ്മേ, അച്ഛാ ഒന്ന് നിക്ക്, ഞാൻ പറയുന്നത് കേക്ക്. അമ്മേ, നമ്മളെല്ലാവരും മനഃപൂർവ്വം അവരെ വിഷമിപ്പിച്ചതുപോലെ തോന്നുന്നു. നീ അങ്ങനെയൊന്നും ആലോചിക്കേണ്ട ഒരാവശ്യവും. വീട്ടിലെത്തിയ ശേഷം എന്ത് സംഭവിച്ചാലും രണ്ടാളും അത് നേരിട്ടോണം, അല്ലെങ്കിൽ അവിടുന്ന് ഇറങ്ങേണ്ടി വരും. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്നാ പോവാൻ നോക്ക്. ശ്രീകറും അവന് ഇത്ര വലിയൊരു വഞ്ചന കാണിച്ചപ്പോ അമ്മ എന്തെങ്കിലും സീരിയസ് ആക്ഷൻ എടുക്കുമെന്നാ ഞാൻ വിചാരിച്ചേ. നീ ഇനി എന്റെ മകനല്ല, നീ ഇനി എന്റെ മരുമകളും അല്ലെന്ന് പറഞ്ഞ് സിമ്പിൾ ആയിട്ട് അങ്ങ് ഉപേക്ഷിച്ചു കളഞ്ഞു. എന്റെ അഭിപ്രായത്തില് അമ്മ ഇതിനെ വെറുതെ വിടില്ല. ഉറപ്പായും അവരെ അവിടുന്ന് പുറത്താക്കും. പക്ഷെ അതിനൊരല്പം സമയം എടുക്കുമെന്ന് മാത്രം. ആഹാ, വരുന്നുണ്ടല്ലോ. അവിടെ നിക്ക്. എന്തു പറ്റി ഏട്ടാ? ഇനി മുതൽ നീ എന്നെ അങ്ങനെ വിളിക്കരുത്. കുടുംബത്തെ നാണം കെടുത്തിയ നീ
ഇനി എന്നെ അങ്ങനെ വിളിക്കാൻ അർഹനല്ല. അതെ, നേരത്തെ ഈ വീട്ടിലെ രാമലക്ഷ്മണന്മാരെ പോലെ 2 സഹോദരങ്ങളുണ്ടായിരുന്നു. ഇനി ഇവിടെ രാമൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ അകത്ത് കയറരുത്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം. അക്കാലത്ത് രാമനാ സീതയും കൊണ്ട് കാട്ടിലേക്ക് പോയത്. ഇനിയിപ്പൊ ലക്ഷ്മണൻ കാട്ടിലേക്ക് പോട്ടെ. എന്തിനു പോകണം? എന്താ ഇവിടെ നിന്നാല്? എന്തുകൊണ്ടാന്ന് വെച്ചാല് നിങ്ങള് ഈ കുടുംബത്തിന് താല്പര്യമില്ലാതെ കല്യാണം കഴിച്ചോണ്ട്. ഞങ്ങളെ പുറത്താക്കാനുള്ള അധികാരമൊന്നും നിങ്ങൾക്കില്ല. നിങ്ങൾ ഈ വീട്ടിൽ ഉണ്ടാവണമെന്നാ ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. എന്നാൽ അത് ഈ ആവിനയുടെ കൂടെ ആയിരിക്കരുത്. അവളെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് വരാം. ഞാൻ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ എന്റെ ഭാര്യ ഉണ്ടായിരിക്കും. നീ വാ അവനി. എടാ ഡാ നിക്ക്. ഏട്ടന്റെ വാക്കിനെന്താടാ വിലയില്ലേ? ഏട്ടൻ പറയുന്ന കാര്യം വിവരക്കേടാണെങ്കിലേ ഞാൻ ഒരിക്കലും അതിന് വില തരില്ല. ജാതകം ചേരാത്തവളാ നിന്റെ ഭാര്യ. നിങ്ങൾക്ക് ഈ വീട്ടിൽ നിൽക്കാൻ അർഹതയില്ല. നിങ്ങളും അതിന് ജാതകമൊക്കെ നോക്കിയാണോ ഏട്ടത്തിയെ കെട്ടിയത്? അക്കാര്യം നോക്കുകയാണെങ്കിലേ ഞങ്ങളെക്കാളും മുൻപ് ഈ വീട്ടിൽ നിന്ന് നിങ്ങളെ ഇറങ്ങേണ്ടത്. നിങ്ങളുടെ അനിയൻ എന്തൊക്കെയാ പറയുന്നതെന്ന് കേട്ടല്ലോ അല്ലേ? എന്റെ ഏട്ടൻ ഇപ്പൊ പറഞ്ഞതിൽ എന്താ ഒരു തെറ്റ്? ഞങ്ങള് നിങ്ങളെ പോലെ താലി അകത്ത് ഒളിച്ചു വെച്ച് കള്ളത്തരം കാണിച്ചിട്ടില്ല. ഞങ്ങൾ ആരെയും വഞ്ചിച്ചിട്ടുമില്ല. മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോടാ. ഈ വീട്ടിൽ നിങ്ങൾക്ക് എത്ര അവകാശമുണ്ടോ അത്ര അവകാശം എനിക്കുണ്ട്. അവകാശത്തെ കുറിച്ച് സംസാരിക്കാൻ മാത്രം വളർന്നോടാ നീ. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാ. ഏട്ടാ, എണീക്കേട്ടോ. ഏട്ടോ, നിങ്ങൾ ചെയ്തത് വലിയ തെറ്റാ വലിയേട്ടാ. ഇവൻ ചെയ്തത് തെറ്റാണെന്ന് ഇവൻ അറിയണമെങ്കിൽ ഇവൻ ചെയ്തത് തന്നെ ഞാനും അവനോട് ചെയ്യണം. എന്റെ കോളറിൽ പിടിക്കുന്നോടാ നീ. അയ്യോ വലിയേട്ടാ, ഏട്ടാ വീട്. ഏട്ടാ വേണ്ട. ഒന്ന് നിർത്താൻ. ഈ കാര്യത്തില് ഒരു തീരുമാനം എടുക്കേണ്ടത് ഇവിടെ നിൽക്കുന്ന ആരുമല്ല, ഇവിടുത്തെ അച്ഛനും അമ്മയുമാണ്. എന്നാ പിന്നെ അവരെ വിളിക്ക. അവരെ ഇറങ്ങി പോവാൻ പറഞ്ഞ ഞങ്ങൾ കേട്ടോളാം. അമ്മേ, അച്ഛാ. എന്താ ഇവിടെ? ഇങ്ങനെയുള്ളവരെ നമ്മുടെ വീട്ടിൽ നിർത്തേണ്ട കാര്യമുണ്ടോ അമ്മേ? അളിയന് നേരെ കുഞ്ഞളിയൻ കൈയോങ്ങിയെന്ന്. വേണ്ടമ്മേ, നമ്മൾ പറഞ്ഞ കേൾക്കാത്തവരും നമുക്കെതിരെ നിൽക്കുന്നവരും ഈ വീട്ടിൽ വേണ്ട. അവരെ ഇറക്കി വിട്. നിങ്ങൾ പറഞ്ഞയച്ചില്ലെങ്കിൽ ദിവസവും ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് ശരിയാമ്മേ. രാമനും രാവണനും യുദ്ധം നടത്തിയതുപോലെ രാമലക്ഷ്മണന്മാരുടെ യുദ്ധം നടക്കും. ചരിത്രത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത യുദ്ധം. എന്ത് വേണമെന്ന് നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങളുടെ തീരുമാനം ഞങ്ങൾ അനുസരിച്ചോളാം. വേദ, നിന്റെ വാക്കിനാരും എതിര് പറയില്ല, ആരും ധിക്കരിക്കില്ല. നീ ആജ്ഞാപിക്ക. അതിനുശേഷമുള്ള കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. അവര് ഇവിടെ തന്നെ ഉണ്ടാവും. ഇത്രയും തെറ്റ് ചെയ്തവരെ, വഞ്ചന കാണിച്ചവരെ വീട്ടിൽ നിന്ന് പുറത്താക്കാതെ എങ്ങനെ ക്ഷമിക്കാൻ പറ്റുന്നത്? അമ്പലത്തിൽ വെച്ച് അവനിയും അവളുടെ ചേച്ചിയും ചെയ്തത് എന്താണെന്നറിയോ?